തിരുവനന്തപുരം കിഴക്കുകോട്ടയിലുള്ള വെട്ടിമുറിച്ച കോട്ടയും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്ര വീതിയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ജനപ്രചാരത്തിലുള്ള ചരിത്ര കഥകൾ പ്രകാരം വെട്ടിമുറിച്ച കോട്ട നിർമ്മിച്ചത് വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് എന്നാണ് പറയുന്നത്. ഒരു ജ്യോതിഷനെ പരീക്ഷിക്കാൻ രാജാവ് തന്നെയാണ് ഈ കോട്ട മുറിച്ചു തുറക്കാൻ ഉത്തരവിട്ടതെന്നാണ് പറയപ്പെടുന്ന കഥ. ഒരു ദിവസം രാജാവ് രാജ്യസഭയിലെ ജ്യോതിഷനോട് ഒരു കാര്യം ചോദിച്ചു. ഇന്ന് സായാഹ്ന യാത്രയ്ക്ക് ഞാൻ കോട്ടയിലൂടെ ഏത് കവാടത്തിലൂടെയാണ് പുറപ്പെടുക എന്ന് പ്രവചിക്കാമോ? ജ്യോതിഷൻ വെല്ലുവിളി സ്വീകരിച്ചെങ്കിലും യാതൊരു പ്രവചനവും അപ്പോൾ നടത്തിയില്ല. പകരം രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു: താങ്കൾ കോട്ടയ്ക്ക് പുറത്തു പോയതിനു ശേഷം രഥത്തിൻ്റെ പീഠത്തിൻ്റെ കീഴിൽ നോക്കുക. ജ്യോതിഷന്റെ ആത്മവിശ്വാസം തകർക്കാൻ രാജാവ് ഒരു തന്ത്രം മെനഞ്ഞു. നിലവിലുള്ള കോട്ടവാതിലുകൾ ഒഴിവാക്കി കോട്ടമതിൽ തന്നെ മുറിച്ച് ഒരു പുതിയ വഴി ഉണ്ടാക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. അങ്ങനെ കോട്ട മുറിച്ച് തുറക്കപ്പെട്ടു. ഇതോടെയാണ് വെട്ടിമുറിച്ച കോട്ട എന്ന പേര് ഉണ്ടായത്. പുതിയ വഴിയിലൂടെ രാജാവ് പുറത്തുപോയി ജ്യോതിഷനെ തോൽപ്പിച്ചുവെന്ന വിശ്വാസത്തോടുകൂടി രഥത്തിൻ്റെ പീഠത്തിൻ്റെ കീഴിൽ നോക്കി. അവിടെ കണ്ടത് ഒരു താളിയോലയിൽ എഴുതിയ കുറിപ്പായിരുന്നു: ഇന്ന് മഹാരാജാവ് കോട്ടമതിലിന് പുതുതായി തുറന്ന വഴിയിലൂടെ പുറത്തു പോകും. ഇതാണ് ജനകീയമായി പറയപ്പെടുന്ന കഥ. വിശാഖം തിരുനാളിൻ്റെ കാലത്തിന് മുമ്പ് തന്നെ വെട്ടിമുറിച്ച കോട്ട നിലവിലുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകളും ചിത്രങ്ങളും ഉണ്ടെന്ന് പറയപ്പെടുന്നു. 1852 നടന്ന ഒരു രാജദർബാറിൻ്റെ FC ലൂയിസ് എന്ന യൂറോപ്യൻ കലാകാരൻ്റെ ചിത്രമാണ് ഇതിന് ഏറ്റവും ശക്തമായ തെളിവ് എന്ന് പറയപ്പെടുന്നത്. അന്നത്തെ ഭരണാധികാരിയായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയയിൽ നിന്ന് സന്ദേശം ലഭിച്ചതിനെ തുടർന്നാണ് ഈ മഹത്തായ ദർബാർ സംഘടിപ്പിച്ചത്. ദർബാറിനായി വലിയ കൊട്ടാര സമുച്ചയത്തിന് പുറത്തുള്ള തെക്കേ തെരുവിലെ മാളികയ്ക്ക് മുന്നിൽ ഒരു മനോഹരമായ വേദി നിർമ്മിച്ച് ലൂയിസ് ഈ ദർബാർ വിശദമായി സ്കെച്ച് ചെയ്ത് പിന്നീട് അത് വലിയ ഒരു ചിത്രമായി വരച്ചെടുക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന രൂപത്തിലുള്ള വെട്ടിമുറിച്ച കോട്ട ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത്, അതായത് 1891 പുതുക്കി നിർമ്മിച്ചതാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ കോട്ടയുടെ മൊത്തവും സംരക്ഷണ അധികാരം മുഴുവൻ കേരള പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. ഈ കോട്ടയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇടത് സൈഡിലായിട്ട് ഒരുപാട് വ്യാപാര സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ KSRTCയുടെ സോണൽ ഓഫീസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമ്മൾ നേരെ പോകുന്നത് ചരിത്ര വീതിയിലേക്കാണ്. ഈ ചരിത്ര വീതിയിൽ നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത് സർക്കാർ ഓഫീസുകളും അതുപോലെ സംസ്കൃത ഹൈസ്കൂളും പിന്നെയുള്ളത് നമ്മുടെ ചിത്തിര തിരുനാളിൻ്റെ ഒരു പാർക്കുമാണ്. ചരിത്രവീതിക്കകത്തുള്ള സർക്കാർ ഓഫീസുകളെല്ലാം പണ്ടത്തെ രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ്. അതായത് എല്ലാം ഓടിട്ടവ. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻസാണ് കാണുന്നത്. അതായത് ഒരു നഗരത്തിനുള്ളിൽ ഒരു പഴമയുടെ ടച്ച്. എന്തായാലും എനിക്കത് വളരെയധികം ഇഷ്ടമായി. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ശ്രീ ചിത്തിര തിരുനാൾ പാർക്കിലേക്കാണ്. വളരെ ശാന്തമായ ഒരു സ്ഥലം. ഈ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒരല്പം മാറി സമാധാനത്തോടു കൂടി നമുക്കിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടമായി ഈ സ്ഥലം. കാരണം അധികം ശബ്ദമോ മറ്റു കോലാഹലങ്ങളോ ഇവിടെ അധികമായി കാണുന്നില്ല. ഒരല്പം മുന്നോട്ട് നടക്കുമ്പോൾ തന്നെ നമുക്ക് ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ഒരു പ്രതിമ അവിടെ കാണാനായിട്ട് സാധിക്കും. വീണ്ടും മുന്നോട്ട് നടക്കുമ്പോഴേക്കും പഴയ കൽമണ്ഡപങ്ങളെല്ലാം അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൽമണ്ഡപത്തിൻ്റെ മാതൃക ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് കൂടുതലായും ഇവിടെ വരുന്ന ആളുകൾ വിശ്രമ കേന്ദ്രമായി ഉപയോഗിക്കുന്നു. ഇതിന് പുറമെ കുട്ടികൾക്ക് കളിക്കുവാനുള്ള പാർക്കും അതുപോലെ മുതിർന്നവർക്ക് എക്സസൈസ് ചെയ്യാനുള്ള മറ്റ് ഉപകരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ.
അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടെ കൂടിക്കോണേ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് നിതിൻ സൈനിങ് ഔട്ട് ഫ്രം വാക്ക് അറൗണ്ട്. താങ്ക് യു.